ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലെസൺ 19 സപ്ലൈ ആണ്. സപ്ലൈ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കോമൺ ആയി കേട്ടിട്ടുള്ള ഒരു വേർഡ്സ് ആണ് സപ്ലൈ എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റ് ഒരു ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്ത് അത് വിതരണക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സപ്ലൈ പൂർണ്ണമാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലുടനീളം പഠിച്ചു. അതായത് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് തരത്തിലാണ്. സോ ഗുഡ്സ് സെല്ലിംഗ് ഓഫ് എനി ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പ്രധാനമായിട്ടും സപ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ചാപ്റ്ററിലെ ഉടനീളം പറയുന്നത് എന്താണ് സപ്ലൈ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു സപ്ലൈ എഫക്ട് ചെയ്യുന്നത്, സപ്ലൈ ഫങ്ഷൻസ് ഏതൊക്കെയാണ്, സപ്ലൈ ഷെഡ്യൂൾസ് എന്തൊക്കെയാണ്, സോ ഇൻഡിവിജ്വൽ ആൻഡ് മാർക്കറ്റ് സപ്ലൈ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി എന്താണ് മീനിങ് ഓഫ് സപ്ലൈ എന്ന് നോക്കാം. Supply of any commodity, the firm seller may be defined the quantity of a commodity the seller offer the sale given price of the given period of any time. ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ, ഒരു ഗിവൺ ടൈമിനുള്ളിൽ, ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ഒരു സർട്ടൈൻ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഒരു സെല്ലർ സെയിൽ ചെയ്യുകയാണ്, ഓഫർ ചെയ്യുകയാണ് ഒരു ബയേഴ്സിനെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സപ്ലൈ എന്നുള്ളത്. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സപ്ലൈ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് എനി സപ്ലൈ ഓഫ് എനി ഗുഡ്സ്. പലതരത്തിലുള്ള ഫാക്ടേഴ്സ് സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേണ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും, ആ കമ്മോഡിറ്റിയുടെ വില എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾക്ക് പ്രധാനമായിട്ടും സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഈസ് ഡിറ്റർമൈനിങ് ഓഫ് ദിസ് റിമൈനിങ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഈസ് മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ദ ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആസ് ദ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഡിക്രീസ് ആണ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് സപ്ലൈ എന്ന് പറയുന്നത്. സോ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്. സപ്ലൈ ഓഫ് ദി കമ്മോഡിറ്റി ഈസ് മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രൈസ് ഓഫ് ദി അതർ റിലേറ്റഡ് ഗുഡ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഹിയർ ഈസ് മെയിൻലി ഡീൽ വിത്ത് ഓഫ് ദി അതർ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. സോ ഡിമാൻഡിൻ്റെ ഫ്ലക്ച്വേഷനെ അത് നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി പ്രൈസ് ഓഫ് ഇൻപുട്ട് ഫാക്ടേഴ്സ്. സോ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഇൻപുട്ട് ഓഫ് എനി റോ മെറ്റീരിയൽസ്, വേജസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും സപ്ലൈ ഓഫ് എനി കമ്മോഡിറ്റിയിൽ. അതായത് റോ മെറ്റീരിയൽസ് എത്രത്തോളം ഉണ്ട്, വേജസ് ഓഫ് ദി റെൻറ്റ് എത്രത്തോളം ഉണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഒരു ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ, കോട്ടൺസ്, റോ മെറ്റീരിയൽസ്, ഒരു കോട്ടൺ ഇൻക്രീസ് ചെയ്യുക, സോ പ്രോഫിറ്റ് ആക്ച്വലി ഡിക്രീസ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻപുട്ട് ഫാക്ടേഴ്സ് വേണം. ടെക്നോളജി പ്രൊഡക്ഷൻ, അതായത് സാങ്കേതിക വിദ്യ ടെക്നോളജി എന്ന് പറയുന്നത് ഡ്യൂ ടു ചേഞ്ചസ് ആണ് ഡേ ടു ഡേയിൽ. സോ ഇത്തരത്തിലുള്ള ടെക്നോളജിയിൽ ചേഞ്ച് വരികയാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സപ്ലൈയിലും മാറ്റങ്ങളുണ്ടാവും. പിന്നെ ടാക്സേഷൻ പോളിസി ഓഫ് എനി ഗവൺമെൻറ്. ടാക്സ് എന്ന് പറഞ്ഞാൽ ഈസ് എ കമ്പൽസറി ലെവീഡ് ബൈ ദ ഗവൺമെൻറ് ആണ്. ഒരു ഗവൺമെൻറ്റിന് കമ്പൽസറി ആയി പ്രൊവൈഡ് ചെയ്യേണ്ട ഒന്നാണ് ടാക്സ് എന്നുള്ളത്. സോ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് ടാക്സ് ലെവീഡ് ചെയ്യുന്നുണ്ട് സർട്ടൈൻ ഗുഡ്സ് ആൻഡ് പ്രൊഡക്ഷന്. സോ ഇത്തരത്തിലുള്ള ടാക്സേഷൻ പോളിസി എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടേഴ്സ് ആണ് ആസ് ദ ഗുഡ്സ് ഇതിനെ സപ്ലൈയെ സംബന്ധിച്ചിടത്തോളം. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് എനി ഫേംസ്. ഒരു ഫേംസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ഇൻഫ്ലുവൻസ് ദ സപ്ലൈ ഓഫ് എനി കമ്മോഡിറ്റീസ് ആണ്. സോ ഇറ്റ്സ് എ മാക്സിമം. അതുപോലെ ഈ പ്രൊഡക്റ്റ് കൃത്യമായ രീതിയിൽ സപ്ലൈ ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഹയർ പ്രൈസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. സോ സപ്ലൈ ഇതുപോലെ ഇൻക്രീസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി പലതരത്തിലുള്ള സപ്ലൈ ഫങ്ഷൻസ് ഉണ്ട്. സപ്ലൈ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഓഫ് ദി സപ്ലൈ ഡിറ്റർമൈൻ ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അനുസരിച്ചാണ് സപ്ലൈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദ സപ്ലൈ ഫങ്ഷൻ ഈസ് ഈക്വൽ ടു supply of any commodity is equal to price of commodity n and price of other related goods, price of input factors, technology of the production, government policy of tax rate, goal or objectives of these producers. ഇതാണ് പ്രധാനമായിട്ടും സപ്ലൈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ പഠിക്കുന്നുണ്ട്. ലോ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈ ഓഫ് ദിസ് കമ്മോഡിറ്റിയാണ്. അതായത് ഒരു പ്രൈസിൻ്റെയും ഒരു ക്വാണ്ടിറ്റിയുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതാണ് ലോ ഓഫ് സപ്ലൈ എന്നതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. സോ ലോ ഓഫ് സെയിൽസ് എന്നുകൊണ്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എനി ക്വാണ്ടിറ്റി ആണ് എന്നുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. സോ അസംഷൻസ് ഓഫ് എനി ലോ ഓഫ് സപ്ലൈ. ഒരു ലോ ഓഫ് സപ്ലൈയുടെ അസംഷൻസ് എന്തൊക്കെയാണ്? ഇത് എന്ന് പറയുന്നത് പ്രൈസ് ഓർ അതർ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഈ ലോ ഓഫ് സപ്ലൈയിൽ സെയിം ആയിരിക്കും. ദർ ഷുഡ് നോട്ട് ബി എ ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് എനി ഇൻപുട്ട് ഫാക്ടേഴ്സ് ആയിരിക്കും.
സോ ഇതിൽ എന്ന് പറയുന്നത് പിന്നെ ടെക്നോളജി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് മാറ്റം ഉണ്ടാവില്ല. സോ ദർ ഇസ് എ നോ ചേഞ്ചസ് ഓഫ് ടാക്സേഷൻ പോളിസി. ഒരു ഗവൺമെൻറ്റിൻ്റെ മാറ്റം ഉണ്ടാവില്ല. ഒരു ഫേം ഷുഡ് നോട്ട് ബി ഒരു ഫേമിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ചേഞ്ച് ആയിരിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ ലോ ഓഫ് സപ്ലൈയിൽ പറയുന്നത്. ഇനി ഇൻഡിവിജ്വൽ സപ്ലൈ ആൻഡ് മാർക്കറ്റ് സപ്ലൈ. ഇൻഡിവിജ്വൽ സപ്ലൈ റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഫേം വില്ലിംഗ്നെസ് ടു സെൽ ഓഫ് ദി പ്രൈസ് ഓഫ് ഗിവൺ പീരീഡ് ഓഫ് ടൈം. സോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അത് ബൈ ചെയ്യുന്ന കാര്യത്തിലാണ്. സോ ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറയുമ്പോൾ ഗിവൺ പീരീഡിനുള്ളിൽ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുകയാണ് സർട്ടൈൻ ക്വാണ്ടിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഇൻഡിവിജ്വൽ സപ്ലൈ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഈസ് എ സപ്ലൈ ഓഫ് ദിസ് ഗുഡ്സ് ഓഫ് എനി മാർക്കറ്റ് ഓഫ് എനി ഫേംസ് ഈസ് കോൾഡ് മാർക്കറ്റ് സപ്ലൈ. സോ സപ്ലൈ ഷെഡ്യൂൾ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ആണുള്ളത്. സോ ഡിഫറെൻറ്റ് പ്രൈസ് ഓഫ് എനി പർച്ചേസിങ് പീരീഡിൽ വരുന്നതാണ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളും മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളുമാണ് അതിൽ വരുന്നത്. ഇനി സപ്ലൈ കേവ് ഉണ്ട്. ഇൻഡിവിജ്വൽ സപ്ലൈ കേവ് ആൻഡ് അത് മാർക്കറ്റ് സപ്ലൈ കേവ്. ഇൻഡിവിജ്വൽ സപ്ലൈ കേവ് എന്നത് ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ്. ഒരു ഇൻഡിവിജ്വൽ സപ്ലൈ ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക് പ്രസൻറ്റേഷനാണ് ഇൻഡിവിജ്വൽ സപ്ലൈ കേവ് എന്നുള്ളത്. സോ മാർക്കറ്റ് സപ്ലൈ കേവ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റീസ് പ്രൈസിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാർക്കറ്റ് സപ്ലൈ കേവ് എന്ന് പറയുന്നത്. സോ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് സപ്ലൈ ആണ്. ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രൈസിൻ്റെ കമ്മോഡിറ്റീസ്. സോ അതർ ഫാക്ടേഴ്സ് ഹാസ് ടു ബി മെയിൻലി ഡിറ്റർമൈൻഡ് ബൈ ഓഫ് എനി മാർക്കറ്റ്സ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇത് അതിൻ്റെ ഇൻക്രീസിങ് ഓഫ് എനി സപ്ലൈ. ഈ ഗ്രാഫിൻ്റെ പ്രൈസും ക്വാണ്ടിറ്റിയും ഓൾറെഡി സപ്ലൈ ഇൻക്രീസ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ദ പിക്ചർ 90.3 സപ്ലൈ ഹാസ് ടു ബി ഡിക്രീസിങ് ഓഫ് എനി സപ്ലൈ ആണ്. സോ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് എനി സപ്ലൈ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ദി സപ്ലൈ ഓഫ് എനി കേവ് ആണ്. സോ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ്, പ്രൈസ് ഓഫ് ഇൻപുട്ട് ഫാക്ടേഴ്സ്, ഡിക്രീസിങ് റേറ്റ്സ്, അതിനനുസരിച്ചാണ് മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതൊരു വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് സപ്ലൈ. ഇതിൽ നമ്മൾ പഠിച്ചത് എന്താണ് സപ്ലൈ എങ്ങനെയാണ് സപ്ലൈ കേവ് വരുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇൻഡിവിജ്വൽ ഓർ മാർക്കറ്റ് ഡിമാൻഡ് കേവ് സപ്ലൈയിൽ എങ്ങനെയാണ് വരുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. സോ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺലൈൻ അക്കാദമി.